ഞാൻ മഴയൊക്കെ ഇത്തിരി മാറിയല്ലോ കുറഞ്ഞല്ലോ എന്നൊക്കെ വിചാരിച്ച് നമ്മൾ കോളിഫ്ലവറും ക്യാബേജും മേടിച്ചുകൊണ്ട് വന്ന് നട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം അത് നട്ട് 2 ദിവസം കഴിഞ്ഞപ്പോഴേ മഴയാൻ തുടങ്ങി. അതിപ്പോൾ അത് മണ്ണിൽ നിന്നൊന്നിങ്ങനെ അനങ്ങി വരുന്നതേ ഉള്ളൂ. അപ്പോഴത്തേക്ക് ഇന്നലെയും മിനിങ്ങാന്നൊക്കെ നല്ല മഴയല്ലായിരുന്നോ. അപ്പം ഇന്ന് ഞാൻ ഇത്തിരി വെയിൽ തെളിഞ്ഞപ്പോൾ ഒന്ന് ഇറങ്ങി വന്ന് നോക്കിയപ്പോഴേ അതിൻ്റെ ഇലയെല്ലാം ഇപ്പം ഈ പറഞ്ഞ പോലെ പുഴു അരിച്ചതായിരിക്കണം. ഒന്നും ഇലയൊക്കെ ഇങ്ങനെ പകുതിയേ ഉള്ളൂ. അപ്പം എന്തെങ്കിലും നമ്മുടെ കീടനാശിനി ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കാമെന്നൊക്കെ വിചാരിച്ച് വന്നാൽ. അപ്പം അതിന് മുമ്പ് നമ്മൾ സ്പ്രേ ചെയ്യുന്നതിന് മുമ്പ് നമുക്കൊരു പണിയുണ്ട് കേട്ടോ. അത് കഴിഞ്ഞിട്ട് വേണം നമുക്ക് സ്പ്രേ ചെയ്ത് കൊടുക്കാൻ. അപ്പം നമുക്കത് എന്താണെന്ന് നോക്കാവേ. ഏകദേശം നട്ടിട്ട് ഒരാഴ്ച ആയതേ ഉണ്ടായിരുന്നുള്ളൂ. അന്നേരത്തേക്ക് ഇങ്ങനെ ചെറുതായിട്ടൊക്കെ ഒന്ന് പൊങ്ങി വരുന്നതേ ഉള്ളൂ. അപ്പോഴത്തേക്കും എന്താ പറയേണ്ടത്, 2-3 ആഴ്ചയായിട്ട് നല്ല മഴയല്ലായിരുന്നോ. അപ്പോൾ എന്നും ഞാൻ വൈകുന്നേരമൊക്കെ ആകുമ്പോൾ ഇതിൻ്റെ ഇലയൊക്കെ ഒന്ന് നോക്കുന്നതായിരുന്നു കേട്ടോ, തണ്ട് ഇലയിലൊക്കെ എന്തെങ്കിലും പുഴുവിൻ്റെ ശല്യമൊക്കെ ഉണ്ടോയെന്ന്. ഇപ്പോൾ മഴയായത് കാരണം 2 ദിവസം അത് നോക്കിയില്ല. ഇപ്പം വെയിൽ തെളിഞ്ഞൊന്ന് ഇറങ്ങി നോക്കിയപ്പോഴത്തേക്കും ഏകദേശം ഇലയൊക്കെ പകുതി തിന്ന് തീർത്തിട്ടുണ്ട്. അപ്പോൾ കണ്ട ഇലയുടെ അടിയിൽ ഇങ്ങനെ ഇരിക്കും, നമ്മൾ കാണുകയില്ല. നമ്മൾ അത്ര ശ്രദ്ധിച്ച് നോക്കിയാൽ ഇത് എവിടെയെങ്കിലും ഇരിക്കുന്ന കളർ, അതും ഈ ഒരു കളർ, അതായത് നമ്മുടെ ഇലയുടെ കളർ തന്നെ ആയതുകൊണ്ട് നമ്മൾ അത്രയ്ക്ക് സൂക്ഷിച്ച് നോക്കിയാലേ കാണുള്ളൂ. ഇല്ലെങ്കിൽ അത് മുഴുവൻ അവിടെ ഇരുന്ന് തിന്ന് വലിപ്പം വെച്ച് ഫുള്ളായിട്ട് നമ്മുടെ ചെടിയുടെ തണ്ട് വരെ തിന്ന് തീർക്കും. അപ്പോൾ എന്നും ഞാൻ ചെയ്യുന്നതായിരുന്നു വൈകുന്നേരങ്ങളിൽ ഇറങ്ങി ഇതേപോലെ എല്ലാത്തിനും തണ്ടും ഇലയും ഒക്കെ നോക്കുന്നത്. അപ്പോൾ നമ്മൾ കീടനാശിനിയൊക്കെ സ്പ്രേ ചെയ്ത് കൊടുക്കുന്നതിന് മുമ്പ് ഇതേപോലെയൊക്കെ പുഴുവൊക്കെ ഉണ്ടെങ്കിൽ അതിനെ ആദ്യം നമ്മൾ പിടിച്ച് നശിപ്പിച്ച് കളഞ്ഞിട്ട് നമുക്ക് നമ്മൾ ഏതാണോ നമ്മൾ കീടനാശിനി സ്പ്രേ ചെയ്ത് കൊടുക്കുന്നത് അത് ചെയ്ത് കൊടുക്കുന്നതാണ് നല്ലത്. ഇപ്പോൾ കണ്ടോ എന്ത് വലിപ്പമാണെന്ന് നോക്കിയാൽ, അത് കുഞ്ഞിതായിരുന്നു. അത് തിന്ന് വലിപ്പം വെച്ചത്. അതുകൊണ്ട് ഒരെണ്ണത്തെ 2 എണ്ണം ഒക്കെ ഉണ്ട്. പിന്നെ എങ്ങനെ നമ്മുടെ ചെടി നശിക്കാതിരിക്കും? അത് എന്തൊരു വലിപ്പമാണെന്ന് നോക്കിയേ. അപ്പോൾ ഞാനിതിനെല്ലാം ആദ്യമൊക്കെ പിടിച്ചെല്ലാത്തിനും കളഞ്ഞ് നശിപ്പിച്ചോട്ടോ. എന്നിട്ട് പിന്നെ നമ്മുടെ മഞ്ഞപ്പൊടിയും അതേപോലെ വെളുത്തുള്ളിയും കായവും, നമുക്ക് കറിക്കെടുക്കുന്ന കായവും കൂടെ നല്ലതുപോലെ ഒന്ന് വെള്ളത്തിൽ മിക്സ് ചെയ്താണ്. അപ്പോൾ അത് നമ്മുടെ ഇതിൻ്റെ ഇലയിലൊക്കെ, ഇലയുടെ മുകൾ ഭാഗത്തും അടിഭാഗത്തും ഒക്കെ നല്ലപോലെ ഞാനൊന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുക. അപ്പോൾ കുറേ കീടങ്ങളെ ശല്യം ഇതുപോലെ ഇടയ്ക്കിടയ്ക്കേ നമ്മൾ ചെയ്ത് കൊടുക്കുക. ഒരു 3 ദിവസം കൂടുമ്പോഴൊക്കെ ഇതേപോലെ ഞാൻ ചെയ്ത് കൊടുക്കും. അപ്പോൾ കുറേ കുറവുണ്ട് കേട്ടോ. പിന്നെ അതിന് മെയിനായിട്ട് ചെയ്യുന്നത് ഇതുപോലെ ഇലകളൊക്കെ ഒന്ന് നോക്കി എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിനെയൊക്കെ നശിപ്പിച്ച് കളഞ്ഞിട്ട് ഇതുപോലുള്ള ജൈവ കീടനാശിനിയൊക്കെ ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കും.